പ്രതിരോധ മേഖലയിൽ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത രണ്ട് സുഹൃത്ത് രാജ്യങ്ങളാണ് റഷ്യയും ഫ്രാൻസും. യുദ്ധവിമാനങ്ങൾ മുതൽ മിസൈലുകൾ വരെയുള്ള എല്ലാ കാര്യങ്ങളിലും ഇന്ത്യ ഈ രണ്ട് രാജ്യങ്ങളുമായി കരാറുകളുമുണ്ട്. ഇന്ത്യയുടെ പ്രധാന പ്രതിരോധ പങ്കാളികളിൽ ഫ്രാൻസ് രണ്ടാം സ്ഥാനത്താണ്, റഷ്യയാണ് ഒന്നാം സ്ഥാനത്ത്. എന്നാൽ ഇനി ഇതിപ്പോൾ മാറാൻ പോവുകയാണ്. ഫ്രാൻസിന്റെ സൗഹൃദത്തിൽ നിന്ന് ഇന്ത്യക്ക് ഇരട്ടി നേട്ടമുണ്ടാകാൻ പോവുകയാണ്. 114 റഫേൽ കരാറിനൊപ്പം 6ാം തലമുറ യുദ്ധവിമാന പദ്ധതിയിൽ ഇന്ത്യയുമായി പങ്കാളിയാകാൻ ഫ്രാൻസ് തയ്യാറാണ് എന്ന് അറിയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ ഫൈറ്റർ ജെറ്റ് പ്രോഗ്രാമുകളിൽ ലോകത്തിലെ മുൻനിര രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യ പിന്നിലാണ്. എന്നാൽ ഇന്ത്യ മുന്നിലെത്താൻ വേണ്ടിയുള്ള മത്സരം തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇത് നേടുന്നതിനായി നിരവധി ഫൈറ്റർ ജെറ്റ് പ്രോഗ്രാമുകൾ ഒരേ സമയം തന്നെ ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്നുമുണ്ട്. ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തേജസ് മാർക്ക് 2ഉം 5ാം തലമുറ AMCA പ്രോഗ്രാമുമാണ്. എന്നാൽ ഇപ്പോൾ ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങളെല്ലാം തന്നെ 6ാം തലമുറ ഫൈറ്റർ ജെറ്റ് പ്രോഗ്രാമുമായി മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യയും ഒരു 6ാം തലമുറ ഫൈറ്റർ ജെറ്റ് പ്രോഗ്രാമിനെയാണ് ആദ്യം പരിഗണിക്കേണ്ടത്. ഇതിനുള്ള കരുക്കളൊക്കെ തന്നെ ഇന്ത്യ ഇപ്പോൾ അണിയറയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ഫ്രാൻസ്, ജർമ്മനി, സ്പെയിൻ എന്നിവർ 2017 ആരംഭിച്ച FCAS പ്രോഗ്രാമിൽ ഇന്ത്യയും ഇനി പങ്കാളിയാവാൻ പോവുകയാണ്. ഇതാണ് ഫ്രാൻസിൽ നിന്നുള്ള ഇന്ത്യക്കുള്ള ഇരട്ടി നേട്ടം. കഴിഞ്ഞ 8 വർഷമായി ഈ പ്രോഗ്രാമിൽ കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല. ഇതിന്റെ നേതൃത്വം, ജോലി, വിമാന രൂപകൽപ്പന എന്നിവയിൽ പങ്കാളി രാജ്യങ്ങൾ തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസങ്ങൾ കാരണമാണ് ഈ പ്രോഗ്രാമിൽ പുരോഗതിയൊന്നും ഉണ്ടാകാതെ ഇത് മുടങ്ങിക്കിടക്കുന്നത്. ഈ പ്രോഗ്രാമിൽ ഫ്രാൻസും ജർമ്മനിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. ഇപ്പോൾ ഈ 6ാം തലമുറ യുദ്ധവിമാനം വികസിപ്പിക്കുന്നതിന് ഫ്രാൻസിന് ചെലവേറിയതും അപകട സാധ്യതയുള്ളതുമാകുമെന്നതിനാൽ തന്നെ ഇന്ത്യ ഇപ്പോൾ ഇതിനോട് യോജിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ തദ്ദേശീയ 5ാം തലമുറ യുദ്ധവിമാന പദ്ധതിയായ AMCയുടെ പ്രോട്ടോടൈപ്പുകൾ വികസിപ്പിക്കുന്നതിനായി 15,000 കോടി രൂപ നീക്കിവെച്ച ശേഷം ഫ്യൂച്ചർ കോമ്പാറ്റ് എയർ സിസ്റ്റം അഥവാ FCAS പ്രോഗ്രാമിന് കീഴിൽ 5ാം തലമുറ യുദ്ധവിമാനത്തിന്റെ സഹവികസനത്തിനും സഹനിർമ്മാണത്തിനുമായി ഫ്രാൻസുമായി സഹകരിക്കാനാണ് ഇന്ത്യ ഇപ്പോൾ ശ്രമിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഈ പ്രോഗ്രാമിൽ ഇന്ത്യക്ക് പ്രവേശനം നൽകുന്നതിനെ കുറിച്ചുള്ള പ്രാരംഭ ചർച്ചകൾ നടന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഇപ്പോൾ ഇന്ത്യയുമായുള്ള ഈ പങ്കാളിത്തം FCAS പ്രോഗ്രാമിന് അധിക ഫണ്ട് സൃഷ്ടിക്കുക മാത്രമല്ല ചെയ്യുന്നത്, വരും വർഷങ്ങളിൽ നമ്മുടെ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് 100 കണക്കിന് വിമാനങ്ങളുടെ ആവശ്യകതയാണ് ഉയർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആവശ്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഈ വികസനം പുരോഗമിക്കുന്ന ഈ യുദ്ധവിമാനത്തിന് വലിയൊരു ഓർഡർ നേടിത്തരുന്നു. ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ FCASലെ സഹകരണം 6ാം തലമുറ സാങ്കേതിക വിദ്യ, AI സാങ്കേതിക വിദ്യ, കോമ്പാറ്റ് ക്ലൗഡ് നെറ്റ്വർക്കിംഗ്, അഡ്വാൻസ്ഡ് പ്രൊപ്പൽഷൻ, സ്റ്റെൽത്ത് എന്നിവയിലേക്കുള്ള ഇന്ത്യയുടെ എക്സ്പോഷർ ത്വരിതപ്പെടുത്താനുള്ള സാധ്യതയുമുണ്ട്. ഇത് ഇന്ത്യക്ക് 5ാം തലമുറ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് വികസിപ്പിക്കുന്നതിന് വളരെയധികം സഹായകമാവുകയും ചെയ്യും. 2040ഓടെ അടുത്ത തലമുറ വ്യോമശക്തി വികസിപ്പിക്കുന്നതിനുള്ള യൂറോപ്പിന്റെ 100 ബില്യൺ യൂറോയുടെ പദ്ധതിയാണ് FCAS. സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ, ഡ്രോൺ, സാംസ്, AI നിയന്ത്രണം, ഹൈപ്പർ കണക്റ്റഡ് ക്ലൗഡ് കോമ്പാറ്റ് സിസ്റ്റം എന്നിവയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. യൂറോ ഫൈറ്റർ ടൈഫൂൺ പ്രോഗ്രാമിന്റെ പ്രാരംഭ ഘട്ടങ്ങളിൽ ഫ്രാൻസ് ഇതിൽ പങ്കെടുത്തിരുന്നു. 1983 മുതൽ 85 വരെ ഇതിന്റെ സാധ്യതാ പഠനങ്ങൾ, ആവശ്യകത ചർച്ചകൾ, ആദ്യകാല ആസൂത്രണം എന്നിവയിൽ ഫ്രാൻസ് വളരെയധികം വലിയ സംഭാവന നൽകിയിട്ടുണ്ട്. UK, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, സ്പെയിൻ എന്നീ രാജ്യങ്ങളുടെ സംയുക്ത പദ്ധതിയായിരുന്നു യൂറോ ഫൈറ്റർ ടൈഫൂൺ. എന്നാൽ പിന്നീട് ഫ്രാൻസ് ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. ഇങ്ങനെ ഇതിൽ നിന്ന് പിന്മാറിയ ഫ്രാൻസ് ഒറ്റയ്ക്ക് മുന്നോട്ട് വന്ന് റഫേൽ വികസിപ്പിച്ചെടുക്കുകയായിരുന്നു. യൂറോ ഫൈറ്റർ ടൈഫൂണിനെതിരെ റഫേലിന് അനുകൂലമായ ഇന്ത്യയുടെ തീരുമാനത്തെ സ്വാധീനിക്കുന്നതിൽ ഈ രണ്ട് വശങ്ങളും നിർണായകമാവുകയും ചെയ്തു. നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ വളരെയധികം വലിയ ചർച്ചകൾ നടന്ന ഒരു സബ്ജക്റ്റ് ആയിരുന്നു ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള 114 റഫേൽ യുദ്ധവിമാന കരാർ. അതായത് ഇന്ത്യക്ക് നിലവിൽ ഇപ്പോൾ 36 റഫേൽ വിമാനങ്ങളുണ്ട്. കൂടാതെ 26 റഫേൽ M യുദ്ധവിമാനങ്ങളും ഓർഡർ ചെയ്തിട്ടുമുണ്ട്. ഇതും കൂടാതെ 114 അധിക റഫേൽ യുദ്ധവിമാനങ്ങളുടെ സഹനിർമ്മാണത്തിനുള്ള കരാറിലും ഇന്ത്യയും ഫ്രാൻസും ഒപ്പുവെക്കുകയും ചെയ്യുന്നു. ഇതോടെ ഇന്ത്യൻ റഫേൽ വിമാനങ്ങളുടെ എണ്ണം 176 ഉയരും. അതായത് ഫ്രാൻസിന് ശേഷം ഈ റഫേൽ വിമാനങ്ങൾ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ ഏറ്റവും വലിയ ഓപ്പറേറ്ററായി നമ്മുടെ ഇന്ത്യ മാറിയിരിക്കുകയാണ്. ഇവിടെയാണ് ഇപ്പോൾ ഈ FCAS പ്രോഗ്രാമിൽ ഇന്ത്യയുടെ പ്രാധാന്യം എത്തുന്നത്. അതായത് ജർമ്മനി യോജിക്കാത്തിടത്ത് ഇന്ത്യ ഇപ്പോൾ ഈ പ്രോഗ്രാമിനോട് യോജിക്കുന്നു. ഇത് എന്തുകൊണ്ടായിരിക്കും? ഫ്രാൻസിനെ പോലെ ഇന്ത്യയും ഭാവിയിലെ ഏതൊരു വിമാനവും തങ്ങളുടെ ആയുധപ്പുരയിൽ വാഹക ശേഷിയുള്ളതും ആണവശേഷിയുള്ളതുമാകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇന്ത്യക്ക് നിലവിൽ 2 വിമാനവാഹിനി കപ്പലുകളാണ് ഉള്ളത്. മൂന്നാമത്തേത് കൂടി ആസൂത്രണം ചെയ്യുന്നുമുണ്ട്. ഇന്ത്യ അതിന്റെ ആണവത്രയം നിലനിർത്താനും ശക്തിപ്പെടുത്താനും ആഗ്രഹിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ FCAS ഡിസൈൻ പ്രൊഫൈൽ
ഇന്ത്യക്കും ഫ്രാൻസിനും വ്യത്യാസമുണ്ടായില്ല. ഇതുകൂടാതെ ഇപ്പോൾ ഈ 114 റഫേൽ യുദ്ധവിമാനങ്ങൾക്കായി ഉടൻ ഒപ്പുവെക്കുമെന്ന കരാർ പ്രകാരം ഏകദേശം 90 ഇന്ത്യയിൽ നിർമ്മിക്കുമെന്നും 50 മുതൽ 60% വരെ തദ്ദേശീയവൽക്കരിക്കുമെന്നും റിപ്പോർട്ടുമുണ്ടായി. ഫ്രാൻസിലെ സഫ്രാൻ റഫേലിന് ശക്തി പകരുന്ന M88 എഞ്ചിനായി ഹൈദരാബാദിൽ ഒരു എഞ്ചിൻ മെയിന്റനൻസ്, റിപ്പയർ, ഓവറോൾ കേന്ദ്രം സ്ഥാപിച്ചിട്ടുമുണ്ട്. ഹാമർ എയർ ടു സർഫേസ് ആയുധം പ്രാദേശികമായി നിർമ്മിക്കുന്നതിനായി സഫ്രാൻ ഇന്ത്യയുടെ BEL-യുമായി ഒരു സംയുക്ത സംരംഭത്തിൽ ഒപ്പുവെച്ചിട്ടുമുണ്ട്. AMCA യുദ്ധവിമാനത്തിന് ഊർജം പകരുന്നതിനുള്ള പവർ പ്ലാന്റ് വികസിപ്പിക്കുന്നതിന് സഫ്രാനുമായി പങ്കാളിത്തം സ്ഥാപിക്കുന്നതിനെ കുറിച്ച് ഇന്ത്യ ചർച്ച ചെയ്യുന്നുമുണ്ട്. ഇതിനർത്ഥം വരും വർഷങ്ങളിൽ റഫേൽ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നതിനും പരിപാലിക്കുന്നതിനും സഫ്രാൻ എഞ്ചിനുകൾക്കുള്ള MRO സൗകര്യങ്ങൾക്കും ഹാമർ മിസൈലുകൾ പോലുള്ള ആയുധങ്ങളുടെ പ്രാദേശിക നിർമ്മാണത്തിനും ഇന്ത്യയിൽ വളരെയധികം വലിയ ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടായിരിക്കും എന്നാണ്. അതായത് ഈ മുഴുവൻ ആവാസ വ്യവസ്ഥയും FACSന് ഉപയോഗപ്രദമാകും എന്നർത്ഥം. സ്വന്തം 5ാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്റർ വിമാനം പ്രഖ്യാപിക്കുമ്പോഴും ചൈന 2 6ാം തലമുറ യുദ്ധവിമാനങ്ങൾ പറത്തിക്കൊണ്ടിരിക്കുന്നു എന്നും ഇന്ത്യ പരിഗണിക്കേണ്ടതുണ്ട്. അതിനാൽ 6ാം തലമുറ FCSൽ പങ്കെടുക്കുന്നത് ഇന്ത്യയെ ഈ വിടവ് നികത്താൻ സഹായിക്കുകയും ചെയ്യും. ഈ 6ാം തലമുറയിലെ ചില സാങ്കേതിക വിദ്യകൾ ഇന്ത്യയുടെ 5ാം തലമുറ ഫൈറ്റർ ജെറ്റ് പ്രോഗ്രാമായ AMCയിലേക്ക് സംയോജിപ്പിക്കാൻ ഇന്ത്യക്ക് സാധിക്കുകയും ചെയ്യും. ചൈനയ്ക്ക് ഇതിനകം തന്നെ 300-ലധികം 5ാം തലമുറ J-20 യുദ്ധവിമാനങ്ങളുണ്ട്. 2027 ആകുമ്പോഴേക്കും 400-ഉം 2035 ആകുമ്പോഴേക്കും 1000-ൽ കൂടുതൽ വിമാനങ്ങൾ നിർമ്മിക്കാനാണ് ചൈന പദ്ധതിയിട്ടിരിക്കുന്നത്. ഇതേ രീതിയിൽ തന്നെ ഇവർ പ്രവർത്തിക്കുന്നുമുണ്ട്. ഇന്ത്യയുടെ AMCA 2035ഓടെ മാത്രമേ സേവനത്തിൽ ചേരൂ. പാകിസ്ഥാൻ ആവട്ടെ 2029 ആകുമ്പോഴേക്കും ചൈനയിൽ നിന്ന് J-31 നേടുകയും ചെയ്യും. 5ാം തലമുറ യുദ്ധവിമാനങ്ങൾക്കായി ഇന്ത്യ ആഹ്വാനം ചെയ്യുമ്പോൾ തന്നെ ഒരു 6ാം തലമുറ സാങ്കേതിക വിദ്യയിലും ഇന്ത്യ പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഇപ്പോൾ ഈ FCAS പദ്ധതിയിൽ ഫ്രാൻസുമായി ഇന്ത്യയുടെ പങ്കാളിത്തം സ്ഥാപിക്കുക എന്നത് തീർച്ചയായും ഒരു പ്രതീക്ഷ നൽകുന്ന നിർദ്ദേശം തന്നെയാണ്. എന്നാൽ ഈ പദ്ധതിയുടെ ചെലവ്, ദസോ ഏതൊക്കെ സാങ്കേതിക വിദ്യകൾ പങ്കിടാൻ തയ്യാറാണ്, ഇന്ത്യയുമായുള്ള ഡിസൈൻ ആവശ്യകതകൾ പരിഗണിക്കുമോ എന്നിവ ഇന്ത്യ ആദ്യം വിലയിരുത്തേണ്ടത് അത്യാവശ്യവുമാണ്. സ്വന്തം യുദ്ധവിമാന വികസനത്തിന് വേണ്ടി മാത്രം ദസാൾട്ട് ഇന്ത്യയുമായി പങ്കാളിത്തം സ്ഥാപിക്കുന്നില്ല എന്ന് ഇന്ത്യ ഉറപ്പാക്കണം. ഇപ്പോൾ ഇന്ത്യക്ക് മുന്നിൽ ഒരുപാട് സാധ്യതകളാണ് ഉള്ളത്. ജപ്പാൻ, യുണൈറ്റഡ് കിങ്ഡം, ഇറ്റലി എന്നിവയുടെ നേതൃത്വത്തിലുള്ള നെക്സ്റ്റ് ജനറേഷൻ ഗ്ലോബൽ കോമ്പാറ്റ് എയർ പ്രോഗ്രാമിൽ അഥവാ GCAP-ൽ ചേരാൻ ജപ്പാനും UK-യും ഇന്ത്യയെ ക്ഷണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ Su-57 യുദ്ധവിമാനങ്ങളുടെ ആഭ്യന്തര നിർമ്മാണം ഇപ്പോഴും വലിയൊരു ഓപ്ഷനായി ഇന്ത്യയുടെ മുന്നിലുണ്ട്. എന്നാൽ ഇതിലെല്ലാം ഏറ്റവും വലിയൊരു ചോദ്യം എന്ന് പറയുന്നത് ആരാണ് ഏറ്റവും മികച്ച വിലയ്ക്ക് ഇന്ത്യക്ക് വേണ്ടി ഇത് വാഗ്ദാനം ചെയ്യുന്നത് എന്നാണ്. എങ്കിലും ഇപ്പോൾ ഈ FCAS പ്രോഗ്രാമിൽ ഇന്ത്യ ചേരുന്നത് ഇന്ത്യയുടെ എയറോസ്പേസ് തന്ത്രത്തിൽ ഒരു വലിയ പ്രധാന മാറ്റത്തെ തന്നെ അടയാളപ്പെടുത്തും. ഇത് ഫ്രാൻസുമായുള്ള പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കുകയും ചെയ്യും. അതേപോലെ നൂതന 6ാം തലമുറ സാങ്കേതിക വിദ്യ ആക്സസ് ചെയ്യുന്നതിനുള്ള ഒരു മാർഗമായി ഇന്ത്യക്ക് ഈ പ്രോഗ്രാമിനെ ഉപയോഗിക്കാനും സാധിക്കും. ഇതുപോലെയുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.